പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ നടത്തിപ്പും ആലോചനയും സമർത്ഥമായ കരുണയും നമ്മുടെ കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് ദൈവവചനങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ സമർത്ഥമായ കൃപ, ആത്മീയമായ ബോധം, നല്ല ഒരുക്കം നൽകട്ടെ എന്ന് നമ്മെ പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ കുറേ വേദവാക്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു എന്നാണ്. കാണുന്നത് for the things which are seen are temporal, but the things which are not seen are eternal. കാണുന്നത് താൽക്കാലികവും കാണാത്തതോ നിത്യവുമാകും. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് തന്നെ ഈ ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കാൻ കൂടിയാണ്. പഴയ നിയമത്തിൽ അദൃശ്യനായ ദൈവത്തെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. ആ അദൃശ്യനായ ദൈവത്തിൻ്റെ സകല സൽഗുണങ്ങളും കർത്താവിലൂടെ നമുക്ക് കർത്താവ് പഠിപ്പിക്കുകയും ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ജീവിതം, ഭൗതിക ലോകം ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതിൻ്റെ താൽക്കാലികമായ അവസ്ഥ, അതിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. അതിൻ്റെ താൽക്കാലികമായ അവസ്ഥ, അല്ലെങ്കിൽ അത് ക്ഷണനേരത്തേക്ക് ഉള്ളതായിട്ടുള്ള വസ്തുതയാണ് ലോകം എന്ന്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലവും കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിലെ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പം ഈ ഭൂമി ഒരിക്കലും ദോഷമല്ല, അല്ലെങ്കിൽ ഭൂമി ഒരിക്കലും നന്മയല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഭൂമി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രൊവിഷൻസ് ഓഫ് നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് എല്ലാം ഭൂമിയിലുണ്ട്. പ്രത്യേക നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ഇത്രയും റിസോഴ്സുള്ള ഒരു രാജ്യവും ഇല്ല. ഒന്നുകിൽ അവിടെ മരുഭൂമി ആയിരിക്കും, ഒന്നുകിൽ വെള്ളമായിരിക്കും, അങ്ങനെയൊക്കെയാണ് പല രാജ്യം. പക്ഷേ ഇന്ത്യയിൽ എല്ലാം ഒരു സന്തുലിതമായ അവസ്ഥയിൽ ധാരാളമുണ്ട്. പക്ഷേ അത് ആവശ്യത്തിലധികമായി ഭോഗിക്കുന്നവരുടെ എണ്ണം എല്ലാ തലങ്ങളിലും കൂടുന്നതുകൊണ്ട് ആർക്കും സുലഭമായി ലഭിക്കാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ദൈവം ഈ ഭൂമിയിലെ സകല സാമഗ്രികൾ സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു രോഗം വന്നാൽ പോലും രോഗത്തിന് ആവശ്യമുള്ള സകലതും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. പല ചികിത്സാ സംവിധാനങ്ങൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നത് തന്നെ സിദ്ധവൈദ്യം എന്ന് പറയുന്ന ഒരു വൈദ്യം നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഒരിക്കലും ഒരു വൈദ്യനെ കണ്ട അദ്ദേഹം പറഞ്ഞതാണ്, ഏത് രോഗത്തിനും ഈ ലോകത്തിൽ അതിനുള്ള റെമഡിയൽ ഫാക്ടറുണ്ട്, അത് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടത് ഈ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി വെച്ചു. അപ്പം ഏദൻ തോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്ന ഒരു തോട്ടമാണ്. അവിടെ പറഞ്ഞത് സ്റ്റിവാർഡ്ഷിപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പരിപാലിക്കാനുള്ള നൽവരവും അവസരങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കാര്യവിചാരകന്മാരായിട്ട് ബോധപൂർവം നന്മയ്ക്കായിട്ട്
അത് കാത്തു പരിപാലിച്ച് ക്രയവിക്രയം ചെയ്യണം, അതിനെ പരിപാലിക്കുകയും ചെയ്യണം. അപ്പോൾ അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 പറയാം. അതായത് ഈ ലോകം ഒരിക്കലും തെറ്റാണെന്ന് പഠിപ്പിക്കരുത്. ചില സെക്ടേറിയൻ ഗ്രൂപ്പുകൾ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ലോകത്തിൽ മുഴുവൻ അശുദ്ധിയാണ്. അങ്ങനെയില്ല. ലോകത്തിലെ അശുദ്ധികൾ നമ്മൾ മൂലം വരുന്നതാണ്. എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞ എല്ലാം നന്മയായിരിക്കുന്നു എന്നാണ്. വീണ്ടും ഓർപ്പിക്കാനുള്ളത് 1 തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 1 തീമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയം വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനും വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അതായത് അവിടെ പറഞ്ഞത് എന്താണ്? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കുവാനും മറ്റുള്ളവരുടെ കുറവുകളിൽ, അവരുടെ ഇല്ലായ്മയിൽ അവരെ ഉയർത്തിപ്പിടിക്കാനും ലോകത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അവിടെ ഓർപ്പിച്ചത് കാര്യം അതാണ്. ഈ ലോകത്തിലെ ധനവാന്മാർ ഉന്നത ഭാഗം കൂടാതെ ഇരിക്കണം. നിശ്ചയമില്ലാത്ത ധനം. നമുക്കറിയുന്ന എത്രയോ പേര് വളരെ ധനികരായവർ വളരെ പാപ്പരായിട്ട് പോയിട്ടുണ്ട്. എന്നാൽ വളരെ ദരിദ്രരായവർ ധനികരായി തീർന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് മരിച്ച രത്തൻ ടാറ്റ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം അതിൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹത്തിനെ വളരെയധികം സ്നേഹിച്ച ഒരു പട്ടിക്കുട്ടി, അതിന് പോലും പൈസ മാറ്റിവെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ. അതിനെ നോക്കാൻ ഒരാളെ, അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരാളെ, ഇനിയുള്ള കാലം എൻ്റെ പട്ടിയെ നോക്കാൻ, അദ്ദേഹം നല്ല സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്, ഈ പട്ടിയെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക തുക നീക്കി വച്ചിരുന്നു. അപ്പം അദ്ദേഹം ചെയ്തതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ലോകത്താരും ചെയ്തിട്ടില്ല, ഇന്ത്യയിലാരും ചെയ്തിട്ടില്ല, ഒരു സഭയും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കേണ്ടത് ഈ എന്താണ് ഈ ലോകത്തിലെ റിസോഴ്സ്. അവിടെ പറഞ്ഞതാണ് നിശ്ചയമില്ലാത്ത ധനം. കാരണം നമ്മളിതെല്ലാം വിട്ടുപോകും എന്നുള്ളത്, നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്നതും എല്ലാം വിട്ടുപോകുന്ന ഒരു സമയമാണ്, നിശ്ചയമില്ലാത്ത. എന്നാൽ നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. നമുക്ക് ധാരാളമായി തരുന്ന ദൈവം നമുക്ക് പക്ഷേ ധാരാളമായി തരുമ്പോൾ ഇപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് പണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും എന്നാണ്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയം വെക്കണം. നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം. പണത്തിൽ, വിദ്യയിൽ, മറ്റു കളത്തിലുമല്ല സമ്പന്നരാകണമെന്ന് പൗലോസിനെ പഠിപ്പിക്കുന്നത്. തീമോത്തിയോസിനോട് പറയുക, നീ ഇത് ചെയ്യണം, നീ ഇത് പഠിപ്പിക്കണം, നീ ഇത് പ്രബോധിപ്പിക്കണം. അതുകൊണ്ട് ഈ നമ്മൾ പ്രത്യേകം ഓർത്തോണം, ഇത് വലിയൊരു മെറിറ്റാണ്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നു, ലോകത്തിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥ. ഓരോരുത്തർക്കും സമ്പത്ത് കൂടുതലും കുറവൊക്കെ ഉണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ കരുണപ്രകാരം നമ്മുടെ കയ്യിൽ എത്ര വരണം, നമ്മുടെ കയ്യിൽ എത്ര അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണമൊക്കെ ദൈവം നിശ്ചയിക്കുന്നുണ്ട്. ഇതിനകത്തിൽ വലിയ ഡീമെറിറ്റ്സും ഉണ്ട് ഈ ലോകത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുമ്പോൾ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്കുകൾ പറയാണ്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ നിക്ഷേപമുണ്ട് കേട്ടോ.
ഹിന്ദു മിത്തോളജിയിലെ ഈ കർമ്മഫലം എന്നൊക്കെ പറയുന്ന കാര്യമാണ്. കർമ്മം, ഏത് കർമ്മത്തിനും ഫലമുണ്ട്. നമ്മുടെ അങ്ങനെയാണ്. നമ്മുടെ ആരാധനകളൊക്കെ ഒരു കർമ്മമാക്കി എടുത്താൽ ആ കർമ്മത്തിന് ഫലമുണ്ട്. നമ്മൾ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ പോലും അതിന് ഫലമുണ്ട്. ഒരുക്കത്തോടെ ഒരു പ്രെയർ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അതിന് ഫലമുണ്ട്. നമ്മൾ മനഃപൂർവ്വമായ നല്ലൊരു പ്രവൃത്തി അതിന് ഫലമുണ്ട്. എവ്രി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ്, ഫോക്കസ് ഓൺ ഹെവൻലി റിസോഴ്സസ്. എർത്തലി ട്രഷേഴ്സ് ആർ സബ്ജക്ട് ടു ഡീക്കേ ആൻഡ് ലോസ്. ലോകത്തിലുള്ള റിസോഴ്സസ്, സമ്പത്ത് മുഴുവൻ അത് നാശവും ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നതുമാണ്. അത് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതെല്ലാം ടെമ്പററിയാണ്, അഴിഞ്ഞു പോകും. കർത്താവ് പറയുന്നതുകൊണ്ട് ലോകത്തിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും. പക്ഷെ അഴിഞ്ഞു പോകാത്തത് എൻ്റെ വചനമാണ്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം അഴിഞ്ഞു പോവുകയില്ല. നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ട് ഇനിയും പ്രസംഗിക്കും ഈ വചനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ആശ്രയം വെക്കണം. നമ്മൾ കേൾക്കുന്നത് വെറുതെ ആയി പോകാം. പിന്നെ വീണ്ടും നമ്മൾ ഡീമെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണ്, മത്തായി സുവിശേഷം 6:24 തന്നെ പറയുകയാണ്, ഇതിനോട് ചേർന്ന് അദ്ദേഹം പറയും, 2 യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. യു കനോട്ട് സെർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി. ദൈവത്തെയും ഈ ലോകത്തിലെ സമ്പത്തെയും ഒരുപോലെ സേവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അത് നമ്മൾ എത്രമാത്രമാണ് ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ആലോചനകളും ചിന്തയും എഫേർട്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ലോകത്തിലെ കാര്യങ്ങൾ എത്രയാണ് ചിന്തിക്കുന്നത്, സ്വർഗീയമായ കാര്യങ്ങൾ എത്രയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊന്ന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. കാരണം എന്താ അറിയാമോ, അതങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ പറയുന്നതാണ്, ഈ ലോകത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നവർ, അവരെ പറ്റി പറയാണ്, മെറ്റീരിയലിസം ക്യാൻ ലീഡ് പീപ്പിൾ എവേ ഫ്രം ഗോഡ്. അവരെ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയും. അതായത് ഞായറാഴ്ച മാത്രം പ്രാർത്ഥിക്കുന്നു, പള്ളി വരുന്നു, കുർബാന അനുഭവിക്കുന്നു, ബാക്കി 6 ദിവസവും യാതൊരു ഗുണവും മണവും ഇല്ല. ഞായറാഴ്ച കുർബാന അനുഭവിച്ചതിൻ്റെ യാതൊരു ഗുണവും മണവും ഇല്ലാതെ ജീവിക്കുന്നു ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട്. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞായറാഴ്ച ക്രിസ്ത്യാനികൾ അവർ വളരെ പങ്ക്ച്വലാണ്, പള്ളിയിൽ വരും, അവർ വളരെ പങ്ക്ച്വലാണ്. അത് വളരെ വളരെ നമുക്കത് ഭയങ്കര ദൈവഭക്തിയാണ്. പ്രകടനവും വളരെ വളരെ ഭംഗിയാണ്. എല്ലാവർക്കും പ്ലീസിങ് ആയിട്ടുള്ള വലിയ ഭക്തി പ്രകടനമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടത്, നോക്കേണ്ടത്, നമുക്ക് ആരെയാണ് കൂടുതൽ പ്രിയപ്പെടുന്നത്. സ്വാമി ഇപ്പോൾ ഈ കാലത്തിന് ഇപ്പോൾ ഈ നവംബർ മാസം സ്വാമിയെ ശരണം എന്ന് ജനങ്ങൾ വിളിക്കുന്ന സമയമാണ്. സ്വാമി, ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ ശരണമെന്നാണ് അവർ വിളിക്കുന്നത് കേട്ടോ. ഈ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് വെളുപ്പിനെ പോകുമായിരുന്നു. വെളുപ്പിനെ 3 മണിക്കൊക്കെ പോകുന്നപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ എൻ്റെ വീട് റോഡിനോട് അടുത്ത വീടാണ്. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഇന്നും ആ ഒരു സ്വരം സ്വാമിയെ ശരണം. അവരിങ്ങനെ വിളിച്ചുകൊണ്ട് പോകും, ഇടതടവില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ എപ്പോഴും വേണം, കർത്താവേ നീയാണ് ശരണം, നീയാണ് ആശ്രയം, നീ അല്ലാതെ മറ്റാരുമില്ല. അതാണ് പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം കഴിയുന്ന ഒരു ദൈവം, അതാണ് നിങ്ങൾ തരാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയം വെക്കണമെന്ന് പൗലോസ് നമ്മളെ ഓർപ്പിച്ചു. പിന്നെ നമ്മൾ അത് തന്നെ വായിക്കുകയാണ് 25 മത്തായി സുവിശേഷം 6:25 മുതൽ 34 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. ചില മനുഷ്യരുണ്ട് ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്നത്. ചില മനുഷ്യരുണ്ട് അല്പ രുചി പറഞ്ഞാൽ അന്നേരം തുപ്പിക്കളയും, വേണ്ടാത്ത പള്ളി പറയുകയും ചെയ്യും. ചില മനുഷ്യരുണ്ട്, നമ്മുടെ ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ അടുക്കളയ്ക്കകത്ത് കിടക്കും. കാരണം
ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും പ്രീതിപ്പെടുത്തണം. കാരണം ആഹാരമാണ് ഒരു വിഷയം. അതുപോലെ തന്നെ ചിലർക്ക് വസ്ത്രം എത്ര ഉണ്ടായാലും തികയത്തില്ല. ശരീരമാണ് വലുത് വസ്ത്രത്തേക്കാൾ. മോടിയുള്ള വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നു എന്ന് ബോധ്യമുണ്ടായിരുന്ന ഒരു തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാവുന്നു. ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാന യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരുടെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. യാതൊരു നിയന്ത്രണവുമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. ആർക്കും ആരുടെ കൂടെ എങ്ങനെയും ജീവിക്കാം എന്നൊരു കാലം. അതായത് വികാരങ്ങളിൽ അങ്ങ് ജീവിക്കുകയാണ്, വികാരങ്ങളിൽ അങ്ങ് അടിപ്പെട്ട് വികാരങ്ങളുടെ തള്ളലാണ്. പക്ഷെ നമുക്കറിയാം, പ്രായമായവരൊക്കെ ഇതിനകത്ത് സമ്മതിക്കുന്നുണ്ടല്ലോ, എത്ര കാലം വരെ നമ്മുടെ ഈ വികാരങ്ങൾക്കൊരു തീക്ഷ്ണതയുണ്ടാകും നമ്മുടെ ശരീരത്തിൽ? ഒരു കാലമേ ഉള്ളൂ, ടെമ്പററിയാണ്. എപ്പോഴും നമ്മൾ ഓർത്ത് വികാരങ്ങൾക്ക് പോലും നൈമിഷികമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നമ്മൾ ഈ വിവാഹ കൂദാശയെ പറഞ്ഞൊരു കാര്യമാണ്, ലോർഡ് കിൻഡിൽ ദർ ഹാർട്ട് വിത്ത് ദ ഫയർ ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. കർത്താവ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയം സ്നേഹത്തിൻ്റെ തീജ്വാലയിൽ ജ്വലിക്കണമേ എന്ന്. നമ്മൾ ഈ സാധാരണ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ മലമുകളിൽ കയറുന്നതുപോലെ മേപ്പോട്ട് പോവും, അടുത്ത നിമിഷം എന്തെങ്കിലും സംഭവിച്ചാൽ ആ സംബന്ധവും താഴെ വീഴും. അതാണ് നമ്മുടെ ഈ കൊടുക്കൽ വാങ്ങൽ സ്നേഹത്തിൻ്റെ പ്രശ്നം. പെട്ടെന്ന് ചിലപ്പോൾ ഈ ഗ്രാഫം മേപ്പോട്ട് പോകും. അപ്പം നമ്മൾ വളരെ പ്ലീസിങ് ആയിട്ട് സംസാരിക്കും, നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കും, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ എന്തെങ്കിലും അത് അതിർത്തി വന്നാൽ ആ ഗ്രാഫ് നേരെ ടപ്പൂന്ന് താഴ്ത്തു വരും. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ട് ഈ കല്യാണ സമയത്ത് പറയും, കിൻഡിൽ ദെയർ ഹാർട്ട് വിത്ത് ഫയർ ഓഫ് ലവ്. എന്തോരു എനിക്കത് ആലോചിച്ച് ഞാൻ പലപ്പോഴും എന്താ ദൈവമേ ആഗ്രഹിച്ചത്, സ്നേഹാഗ്നി കൊണ്ട് ഇവരെ ജ്വലിപ്പിക്കണമേ. സ്നേഹം ഒരു അഗ്നി പോലെയാണെന്നവർ. സ്നേഹം ഒരു അഗ്നിയുടെ വിശേഷമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഈ മത്തായി സുവിശേഷത്തിൽ ഈ പറഞ്ഞ 6-ാം അധ്യായത്തിൻ്റെ 25-30 വായിക്ക് പറയാണ്, ഭൗതിക സമ്പത്ത് നേടുന്നതാണ് അതിനുവേണ്ടിയുള്ള ആശ കുറയ്ക്കണം. അങ്ങനെ കൂടുതൽ അസംതൃപ്തിക്ക് കാരണമാവും. അതാണ് അവിടെ പറഞ്ഞത്. 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, എന്തു കുടിക്കും? താഴോട്ട് വായിക്കുമ്പോൾ പറയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് ഗ്രഹിക്കാൻ ഒരു വലിയ കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വേണം, കണ്ടും കേട്ടും പോകണം. നമ്മൾ കണ്ടും കേൾക്കാതെ മുമ്പോട്ട് പോകും. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ the pursuit of material wealth can lead to worry and dissatisfaction. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളെ മാത്രം ഇങ്ങോട്ട് ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം നമ്മുടെ സമയം ചിലവഴിക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും ഓർത്തോണം, അത് വലിയ മാനസിക ദുഃഖത്തിലും വലിയ അസംതൃപ്തിക്ക് നമുക്ക് ഇടയാകും. യാതൊരു സംശയമുള്ള കാര്യമല്ല, അസംതൃപ്തിക്ക് ഇടയാകും. അപ്പോൾ ഇതാണ് മെറിറ്റ്സും ഡീമെറിറ്റ്സും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ അവസാനത്തിൽ പറയാനുള്ളത്, ഈ 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിലെ പൗലോസ് പറയുകയാണ്, 1 തിമോത്തി അതിൻ്റെ 6-ാം അധ്യായം 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 9-10. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. അടിവരയിട്ട് എഴുതി വെച്ചോണേ. 1 തീമോത്തിയോസ് ലേഖനം 6-ാം അധ്യായം 9-10. അവിടെ വളരെ വ്യക്തമാണ് പറയുന്നത്. ഞാൻ ധനികരാകാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഈ ലോകത്തിൽ പണം വേണ്ട എന്നുള്ളതല്ല. വേദോസം പറയുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക.
ധനികരാകണം, അതാവശ്യമാണ്. അത് മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി നമുക്കൊക്കെ നല്ലതാണ്. പക്ഷേ ഈ അതുമാത്രമാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നത് അപകടകരമാണ്. അവിടെ പറയുകയാണ്, അവർ തീർച്ചയായിട്ടും പരീക്ഷയിലും കെണികളിലും പെടും. നമുക്കിന്നിപ്പം വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തിക്കുകയും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് സഹോദരങ്ങളോട് ചോദിച്ചാലും പറഞ്ഞ വെച്ചാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. കാരണം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, ബില്ല് ക്ലിയർ ആകുന്നില്ല, കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, കൂടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് പകൽ മുഴുവൻ ഈ വറീസ് കണിയുടെ രാത്രി എങ്ങനെ ഉറങ്ങും? ആ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന എത്ര പേരുണ്ട്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കെങ്ങനെ അതാണ് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ മാലാഹമാർ എൻ്റെ ചുറ്റും കാവൽ നിൽക്കുമെന്നൊക്കെ ഞങ്ങൾക്കുള്ള കർത്താവ് ചൊല്ലുമ്പോൾ പാടുന്നു. നിൻ്റെ ചോര എനിക്ക് കാവൽ, ഞാനിതാ ഉറങ്ങട്ടെ, നിൻ്റെ സ്ലീപ്പായിൽ നിൻ്റെ ശ്രീബായുടെ മറവിൽ ഞാൻ മയങ്ങട്ടെ. ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടുമ്പോഴാണ് നമ്മുടെ ആത്മാവ് പോലും ശാന്തമാകുന്നതാണ് പറയുന്നത്. ചില സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയാൽ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും വേർപെട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. അത് തിരിച്ച് ശരീരത്തിൽ കയറുകയും ചെയ്യും. ആ ശരീരവും ആത്മാവും തമ്മിൽ അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ. ഇപ്പം ആദാമിന് വലിയൊരു ഉറക്കം വരുത്തി എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അതാവാം. അവിടെയാണല്ലോ ഒരു വാരിയെടുത്തിട്ട് സ്ത്രീയെ ഉണ്ടാക്കിയത്. ഒരു ആഴമായ ഉറക്കം വരുത്തി. ആഴമായ ഉറക്കത്തിന് വലിയ അർത്ഥമുണ്ട്, ആഴമായ ഉറക്കം. അപ്പം അതുകൊണ്ട് ഈ മോറൽ കറപ്ഷൻ സംഭവിക്കാം. ദ ലവ് ഓഫ് വെൽത്ത് അത് ടെംപ്റ്റേഷൻ ഉണ്ടാക്കാം, പാപത്തിലേക്ക് നമ്മളെ നയിക്കാം. മനുഷ്യൻ്റെ ജീവിതത്തിന് ഭൗതിക ലോകത്തിലെ കാര്യം ആവശ്യമാണല്ലോ, അത് വലിയ പ്രാധാന്യം ഇല്ല, ഒരു സെക്കൻഡറി ഉള്ളൂ എന്നാണ്. അത് നമ്മൾ ജ്ഞാനപൂർവ്വം ഉപയോഗിക്കുക, മറ്റുള്ളവർക്കൂടെ സേവനം അനുഷ്ഠിക്കുക, ദൈവരാജ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ ലോകത്തിലെ സമ്പത്ത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ഷണികമായ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വേദന വന്നു. വേദന ക്ഷണികമാണോ? ദീർഘകാലം ദുഃഖത്തിലിരിക്കുന്നവരുണ്ട്. അത് നമ്മൾ വായിക്കാറുള്ള വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. 8-ാം അധ്യായം 18. എന്താ വായിക്കുന്നത്? നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ, if you think about the glory which is in the eternal life, നിത്യതയിലുള്ള ഒരു തേജസ്സിനെ പറ്റി നമ്മൾക്ക് ബോധമുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ളത്. കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല, നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, വരാനുള്ള നിത്യ തേജസ് ഓർത്താൽ. അപ്പോൾ ഈ ദുഃഖമൊക്കെ വരുമ്പോൾ ഈ ചിലരൊക്കെ ഈ ശരീരത്തിൽ വേദന വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായി പോകും. നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നും. കാരണം മനസ്സ് ഓടുന്നിടത്ത് ശരീരം ഓടുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് വാർത്ത നല്ല ഒരു 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ രോഗത്തിലേക്ക് വരുമ്പോൾ ദൈവമേ, എനിക്ക് ഭയങ്കര സങ്കടം. ദൈവമേ, എങ്ങനെ ഈ ശരീരം ഈ വേദന? അവിടെയാണ് സഹോദരങ്ങളെ, ഈ വേദനകളൊന്നും നിത്യമായി നിൽക്കുന്നതല്ല. ഇത് രാവിലെ ഞാൻ എൻ്റെ കൊച്ചമ്മയുടെ സംശയം പറയാമായിരുന്നു. വേദനയെന്ന് പറയുന്നത് സത്യത്തിൽ ശരീരത്തിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയത്. അതവിടെ മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ അന്നേരം മുകളിൽ ചിന്തിക്കുക. എന്താ ഞാൻ പറഞ്ഞു, ഇന്ന് ഈ വിഷയമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം വേദനയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മുടെ വേദനകൾ ക്രിസ്തുവിൻ്റെ വേദനകളോട് ചേർത്ത് നിൽക്കാൻ നമ്മുടെ മനസ്സ് പക്വതപ്പെട്ടെങ്കിൽ നമ്മുടെ ശരീരം അത് ബെയർ ചെയ്യും. അവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ അതെൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു.
എനിക്ക് അതിൻ്റെ അർത്ഥം ഇപ്പോഴും അത്ര വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം പൂർണ്ണതയാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഐ ആം ബെയറിങ് ഇൻ മൈ ബോഡി. ഇതാണ്, ഐ ആം ബെയറിങ് ഇൻ മൈ ബോഡി. എൻ്റെ ശരീരത്തിൽ ഞാൻ ആ കഷ്ടം അനുഭവിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞതാണ് നൊടി നേരം. അപ്പം വരാനുള്ള ഒരു വലിയ തേജസ്സിനെ പറ്റി നമുക്ക് വിചാരമുണ്ട്, ബോധമുണ്ട്, ബോധ്യതയും വേണം. കാരണം അതിനെപ്പറ്റി വളരെ ക്ലാരിറ്റി വേണം, നിശ്ചയമുണ്ടെങ്കിൽ. ഇവിടെ പറയുകയാണ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതാണ് കർത്താവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നൊക്കെ പറയുന്നതിന് അർത്ഥം അതാണ്. അവർക്ക് മാത്രമേ ഇത് ബോധ്യപ്പെടത്തുള്ളൂ. അല്ലാത്തവർക്ക് രോഗം വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് തകർന്നു പോകും. അത് ഈ ലോകം ശാശ്വതമല്ല എന്ന് കർത്താവ് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം ശാശ്വതമല്ല. വേദന ശാശ്വതമല്ല. മർത്തോമാ സഭയിലെ ഒരു അച്ഛൻ ഒരു പാടിയ പാട്ട് ഓർക്കണം. അച്ഛൻ ക്യാൻസർ, തൊണ്ട നല്ലോണം പാടുന്ന അച്ഛനായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും. തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിട്ട് ആ ക്യാൻസറൊക്കെ പോയിട്ട് അച്ഛൻ പാടിയൊരു പാട്ടുണ്ട്. എന്താ പറഞ്ഞത്, ഒരു മഴയും തോരാത്ത മഴയില്ല, ഒരു കാറ്റും അടങ്ങാത്ത കാറ്റുകളില്ല, ഒരു തിരയും അടങ്ങാതിരിക്കുന്നില്ല. അച്ഛന് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു, നല്ലോണം പാടുന്നൊരു അച്ഛനാണ്. തോരാത്ത മഴകളില്ല, അതുപോലെ ഒടുങ്ങാത്ത കൊടുങ്കാറ്റുമില്ല. അതാണ്. അപ്പം ഈ ലോകം ടെമ്പററി എന്ന് പറയുമ്പം അതുമായി ബന്ധപ്പെടുന്നതെല്ലാം ടെമ്പററി. ദ പെയിൻ ഈസ് ടെമ്പററി, ഫിസിക്കൽ പെയിൻ ഈസ് ടെമ്പററി. അത് നമ്മളെപ്പോഴും ചിന്തിക്കണം. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് 8-ാം അധ്യായം തന്നെ 28 പറയുന്നത്, പെയിൻ ഈസ് വിത്ത് എ പർപ്പസ്. നമുക്കൊരു വേദന വന്നെങ്കിൽ അവർ പറഞ്ഞു എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേദന പോലും നന്മയ്ക്കായി കൂടി ഞാനിപ്പം ഈ ഒരു മാസം ഇങ്ങനെ ചില ബുദ്ധിമുട്ടിപ്പം ഞാൻ ഓർത്ത കാര്യമാണ്, ദൈവമേ, നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചെങ്കിലും മനസ്സ് ഓടുന്നിടത്ത് ശരീരം ഓടുന്നു. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വലയിടായിരിക്കും, എങ്ങനെ വൈകിട്ട് കുർബാനയില്ല, ഈ കൈവിരലൊന്നും മടങ്ങുന്നില്ല. രാവിലെ കുഴമ്പൊക്കെ ഇട്ട് ഈ ശരീരത്തെ ഒന്നും ബലപ്പെടുത്താൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ മനസ്സ് ഓടുന്നിടത്ത് ശരീരം ഓടുന്നില്ല. നമ്മളൊരു മിഡിൽ ഏജ് ആയിട്ടുള്ളൂ, നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ആ പ്രതിസന്ധികൾ എന്തായിരിക്കും? അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ പള്ളിയിൽ ഒരാൾ വരുന്നു, ഒരാളൊരു അല്പം നടക്കാൻ ബുദ്ധിമുട്ട്, നമുക്കൊരു കൈ ഒന്ന് കൊടുത്തുകൂടെ? ഈ ബോധം നമുക്കുണ്ടെങ്കിൽ, അയ്യോ അവർ ഈ വയ്യായ്മയിലും പള്ളിയിൽ വരുന്നുണ്ടല്ലോ, അവർക്ക് ഒരു കൈ ഒന്ന് കൊടുത്തുകൂടെ? ഒന്ന് സഹായിച്ചുകൂടെ? നമുക്ക് ഈ ബോധമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുള്ളൂ കേട്ടോ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് ഈ ദുഃഖങ്ങൾ പോലും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ഈ പ്രതിസന്ധി പോലും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അതിന് തുടർന്നുള്ള വാക്യമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ആദ്യം വായിച്ചത്. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. ബാക്കിയൊക്കെ നമ്മൾ അടുവരയിട്ട് നമ്മൾ വായിക്കണമേ. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഈ നൊടി നേരം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ 1 മാസമായി ഇരിപ്പം, ഞാൻ പിന്നെ ആലോചിക്കും ഇനി എത്ര നാളായി ഈ വേദന. പക്ഷെ അതാ നമ്മളെ നൊടി നേരത്തേക്കുള്ള, അതായത് നമ്മുടെ ഒരു ജീവിതത്തെപ്പറ്റി പറഞ്ഞത് എന്താണ്? നമ്മുടെ ജീവിതത്തെപ്പറ്റി പറയുന്നത് ഐശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഐശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം എന്താ വായിക്കുന്നത്? 40:8. ഐശയ്യാ 40:8. ഇവിടെ പറഞ്ഞ എന്താ? പൂവാടുന്നു, അത് ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, പ്രഭാതത്തിൽ വിടർന്ന് സന്ധ്യയിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു പൂ പോലെയാണ്. നൊടി നേരത്തേക്ക് നമുക്ക് തോന്നുന്നു 60 വർഷം 70 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു പ്രഭാതത്തിൽ വിടർന്ന് സന്ധ്യയിൽ കൊഴിയുന്നത് പോലെ. പക്ഷെ അത് കൊഴിഞ്ഞു വീഴുമ്പോഴുണ്ടല്ലോ
ഈ നമ്മളെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നല്ലൊരു അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പം നമ്മളതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന നമുക്ക് എന്താ ചിന്തിക്കാൻ പറ്റുന്നത്? അവിടെ ഈ KM ജോർജൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കാറുണ്ട്. പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ദേഹത്ത് നിന്ന് ഒരു തൂവൽ വീണാൽ അതിങ്ങനെ വളരെ ശാന്തമായി വന്നിങ്ങനെ താഴെ വീഴുന്ന ഒരു അനുഭവമുണ്ട് എന്ന് പറഞ്ഞ പോലെ നല്ലൊരു അന്ത്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇതുപോലെ വേർപെട്ട് പോകുന്ന ഒരവസ്ഥ, വിത്തൗട്ട് എനി സ്ട്രഗിൾ ആത്മാവ് വേർപെട്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. അതേസമയം ഒരു ആക്സിഡൻ്റൽ ഡെത്ത് വന്നാൽ ചില സൈക്കോളജിസ്റ്റ് അവരുടെ പഠനമൊക്കെ പറയുന്നത് ഈ ആത്മാവിന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല എൻ്റെ ശരീരം മരിച്ചു എന്ന്, അല്ലെങ്കിൽ ശരീരത്തിന് ജീവൻ പോയി തിരിച്ചറിയാൻ പറ്റില്ല. അവർ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവുമെന്ന് അവർ.